ബാലരാമപുരത്തെ ഗോപൻ സ്വാമിയുടെ സമാധിയിലെ തർക്കം വളരെയധികം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. ഗോപൻ സ്വാമി 69 വയസ്സുള്ള യോഗി, അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പൂർവാശ്രമത്തിൽ അദ്ദേഹം ഒരു ചുമട്ടുകാരനായിരുന്നു. പിന്നീട് അദ്ദേഹം ശിവഭക്തനായി അവിടെ ശിവപൂജ തുടങ്ങി. പിന്നീട് അവിടെ ഒരു ബൃഹത്തായ ഒരു ക്ഷേത്രം തന്നെ പണിതിരിക്കുന്നു. നാട്ടുകാർ പലരും പറയുന്ന അദ്ദേഹം ഒരു ആത്മീയ ഗുരുവായിട്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം സമാധി അടഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾ രാജസേനനും അതുപോലെ സദാനന്ദനും പറഞ്ഞു. അവരുടെ അമ്മ സ്വാമിയുടെ ഭാര്യ സുലോചനയും അത് തന്നെ പറഞ്ഞു. മരുമകളുണ്ട്, ആ കുട്ടിയും അത് തന്നെയാണ് പറഞ്ഞത്, സമാധിയായി. അത് ഹിന്ദുയിസത്തിലെ ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണത്. നമ്മളത് മറക്കരുത്. കാരണം ഏറ്റവും പൗരാണികമായ ഒരു മതമാണ് ലോകത്തിലെ ഹിന്ദുയിസം. ആ ഹിന്ദുയിസത്തിൽ നിന്നാണ് പിന്നീട് ജൈനിസവും ബുദ്ധിസവും സിഖിസവും ഒക്കെ വരുന്നത്. കാരണം ഇത് BC മുതൽ ഇന്ത്യയെ ലോകത്തിലെ പല രാജ്യങ്ങളിലും അഭിവൃദ്ധി ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലും ചൈനയിലുമാണ് ഈ സാംസ്കാരികമായ ഉന്നമനത്തോടൊപ്പം ആത്മീയമായ തേജസ്സുള്ള സ്വാമിമാർ ധാരാളം BC മുതൽ ഇന്ത്യയിലുണ്ട്. ആ സ്വാമിമാർ അവർ സമാധി അടയുകയാണ്. കാരണം ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നത് സമാധി കൂടെയാണ്. ഈ പ്രാചീന കാലം മുതലേ നല്ല യോഗികൾക്ക് അവരുടെ മരണം ആസന്നമായ സമയം അവർക്കറിയാം. അത് യോഗികൾക്ക് മാത്രമല്ല, രോഗാവസ്ഥ കിടക്കുന്ന പലർക്കും, നമുക്ക് ഇവിടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്കൊക്കെ അതൊരു മനുഷ്യസിദ്ധിയാണ്. മരണം പെട്ടെന്ന് അപകടത്തിലല്ലാത്ത സന്ദർഭത്തിൽ സ്വാഭാവികമായ മരണത്തിലേക്ക് നമ്മൾ പോകുമ്പം മരണാസന്നനായ വിവരം ആ മനുഷ്യൻ അറിയുന്നുണ്ട്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പതുക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. ഇന്ത്യയുടെ പൈതൃകം ഹിന്ദുയിസം അനുസരിച്ച് യോഗിമാർ അവർ സമാധി അടയും. കാരണം അവർക്ക് മനസ്സിലായി മരണമാസന്നമായെന്ന്. ആ 2-3 ദിവസത്തിലേക്ക് അവർ ക്രമേണ പത്മാസനത്തിലിരുന്ന് മരണത്തിലേക്ക് നീങ്ങും. കാലുകളെ എതിർകാലിൻ്റെ തുടയിലെ പ്രതിഷ്ഠ ക്രോസ് ചെയ്ത് പത്മാസനം. 84 ആസനങ്ങളുണ്ട്. ഇതുവരെ ഇന്ത്യയുടെ സംഭാവനയാണ് 84 ആസനങ്ങൾ. അതിൽ അഷ്ടാംഗാശ്രമത്തിൽപ്പെട്ടതാണ് പത്മാസനം. ആ പത്മാസനത്തിലാണ് യോഗികൾ, മരണം മുൻകൂട്ടി കാണുന്നവർ പത്മാസനത്തിൽ ഇരുന്നാണ് മരണമടയുന്നത്. അത് ആ രീതിയിലൊരു മരണമാണ് ഗോപൻ സ്വാമി സമാധിയായതെന്നാണ് മക്കൾ 2 പേരും അതുപോലെ ഭാര്യയും മരുമകളും പറയുന്നത്. ഗോപൻ സ്വാമി കിടപ്പിലാണ്, ശിവഭക്തനാണ്. വലിയൊരു ശിവക്ഷേത്രം അവിടെ അദ്ദേഹത്തിൻ്റെ സ്വയപ്രയത്നം കൊണ്ട് പണിതിട്ടുണ്ട്. നാട്ടുകാരുടെ സംഭാവന സ്വീകരിച്ച ആയിരിക്കാം, പക്ഷേ അദ്ദേഹം തന്നെയാണ് അത് മുന്നിട്ട് വലിയൊരു ശിവക്ഷേത്രം. അദ്ദേഹം ഒരു ആത്മീയ ഗുരു തന്നെയാണെന്നാണ് ചുറ്റുവട്ടത്തുള്ളവരും പലരും പറയുന്നത്. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും അദ്ദേഹത്തിന് അറിയാവുന്നവരുമൊക്കെ. അദ്ദേഹം വളരെ നിർമാല്യ ഹൃദയമുള്ള ആളാണ്. അദ്ദേഹത്തിന് സമൂഹത്തിൻ്റെ നടക്കുന്ന ഈ തട്ടിപ്പും വെട്ടിപ്പുകളും ഒന്നുമില്ലാത്ത ഗുരുതുല്യനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗോപൻ സ്വാമി വീട്ടിൽ കിടപ്പിലായിരുന്നു. അപ്പം മരണാസന്നനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമാധിയിലേക്ക് പോകും. അദ്ദേഹം ക്ഷേത്രത്തിനടുത്ത് തന്നെ സമാധിയായ സ്ഥലം നിശ്ചയിച്ചു. അവിടെ പത്മാസനത്തിൽ ഇരുന്ന് സമാധിയായി എന്നാണ് മക്കൾ പറയുന്നത്. അവിടെ തന്നെ ഒരു അറ സൃഷ്ടിച്ച് സമാധിയിലായ അതേ നിലയിൽ അദ്ദേഹത്തിനെ അവിടെ അടക്കിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഗോപൻ സ്വാമി മരിച്ച വിവരം നാട്ടുകാർ അറിഞ്ഞില്ല, ചുറ്റുവട്ടത്തുള്ളവരും അറിഞ്ഞില്ല. ആരെയും അറിയിക്കണ്ട, ഞാൻ സമാധിയാകൂ എന്ന് മക്കളുടെ അടുത്ത് പറഞ്ഞപ്പം ആൺകുട്ടികളെ രാജസേനും അതുപോലെ സദാനന്ദനും
അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തേക്ക് കൊണ്ടിരുത്തി. അവിടെ അദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച 9-ാം തീയതി രാവിലെ 10:30 അദ്ദേഹം സമാധി സ്ഥലത്ത് വന്നെന്നും രാത്രി 2:30-3 മണിയോടുകൂടി അദ്ദേഹം സമാധി അടഞ്ഞു എന്നാണ് മക്കൾ പറയുന്നത്. ഈ വിവരം വെളിയിൽ ആരെയും അറിയിക്കണ്ട, ഞാൻ സമാധിയാകുകയാണ് എന്ന് പിതാവ് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് സുലോചനയും മക്കളും വിശ്വസിക്കുന്നു. പക്ഷെ ഇദ്ദേഹത്തിനെ കാണാനില്ല, വീട്ടിലുമില്ല, എങ്ങുമില്ല. സമാധിയായെന്ന് മക്കൾ പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് സംശയമായി. അങ്ങനെ നെയ്യാറ്റിൻകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് അവർ കളക്ടറെ ബന്ധപ്പെട്ടു. കളക്ടർ കാരണം ഒരു ശവക്കല്ലറയോ അല്ല കുഴിമാടമോ അതൊക്കെ പരിശോധിക്കണമെങ്കിൽ കളക്ടറെ സാങ്ഷൻ വേണം, അനുവാദം വേണം. അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കല്ലറ തുറക്കുന്നതിന് കളക്ടർ അനുവാദം കൊടുത്തു. പോലീസ് കല്ലറ തുറക്കാൻ അവിടെ എത്തി. അവിടെ RDO ആൽഫ്രഡ് IAS അദ്ദേഹം വന്നു, തഹസിൽദാർ വന്നു, DYSP നെയ്യാറ്റിൻകരയുണ്ട്, SP റൂറലുണ്ട്. പോലീസ് കൃത്യസ്ഥലത്ത് വന്നു. കല്ലറ തുറക്കാൻ, അറ തുറക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ആ അറയെ അല്ലെങ്കിൽ കല്ലറയെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവരെ സഹായിക്കാനും അവരുടെ ഭാഗം ചേർന്ന് കുറേയധികം ആൾക്കാരും SDPI കുറേ ആൾക്കാർ, അതല്ല ഹിന്ദു സംഘടനകളൊക്കെ വന്നു. അതുകൊണ്ട് അത് സമാധിയാണ് എന്ന് വീട്ടുകാർ പറയുന്നു. സമാധി അത് ഇന്ത്യൻ പൈതൃകമാണ്, ഹിന്ദുവിസത്തിൻ്റെ ഒരംശമാണ്. ആ സമാധിക്ക് കുറ്റം പറയാനൊക്കില്ല. അത് സമാധിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു ഒഫൻസ് ഇല്ല. എന്നാൽ നാട്ടുകാരും സംശയിക്കുന്നത് അതെന്തിനു ഒതുക്കി വെച്ചു, എന്തിന് അത് നാട്ടിൽ പറയാതിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. 2 മക്കളുടെയും സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുത്തു. അത് കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒരാൾ പറഞ്ഞു വീട്ടിൽ കിടന്ന് മരിച്ചു, ശരിയാണ്. മറ്റേ ആൾ പറഞ്ഞു സമാധി സ്ഥലത്തിരുന്ന് മരിച്ചു. എന്തുപോലെ സമാധി അടഞ്ഞ ഒരാളുടെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ തീർച്ചയായിട്ടും അത് ഒരു ഹാർട്ട് അറ്റാക്കിൽ അല്ലെങ്കിൽ ഹൃദയം നിന്നുപോയി എന്ന് മാത്രമേ പറയാനൊക്കുള്ളൂ. അതൊരു കൊലപാതകത്തിലേക്ക് വരില്ല. അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാം. പക്ഷേ സമാധിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വാഭാവികമായ ഒരു ഡെത്താണ്. അത് ഹാർട്ട് നിൽക്കും. മരണാസന്നനാകുന്ന ഒരു യോഗിക്ക് അദ്ദേഹത്തിന് അറിയാം ഇനി തൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പത്മാസനത്തിൽ ഇരുന്ന് ചൂണ്ടുവിരലും അതുപോലെ തന്നെ തള്ളവിരലും കൂടെ ചേർത്ത് പിടിച്ച് കൈ രണ്ടും മുന്നോട്ട് വെച്ചിട്ട് പത്മാസനത്തിരുന്ന് അവരുടെ ശ്വാസഗതി വ്യത്യാസം വന്ന് നിയന്ത്രിച്ച് അവസാന ശ്വാസവും വെളിയിലോട്ട് വിടുന്നത് നിർവ്വാണമാണ്. അപ്പോൾ സമാധി സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ മരിച്ചു നമ്മൾ കരുതരുത്. സമാധി കഴിഞ്ഞാൽ നിർവ്വാണത്തിലേക്ക് പോകും. ഇതാണ് ഇന്ത്യയുടെ പൈതൃകം. ഇതനുസരിച്ച് ഈ സമാധിയിലും നിർവ്വാണത്തിലുമൊക്കെ ഹിന്ദുവിസത്തിന് ശേഷം അതിൽ നിന്നുണ്ടായ ജൈനമതത്തിലും ബുദ്ധമതത്തിലും സിഖ് മതത്തിലുള്ളവർ ഈ സമാധിയെ ആണ് ഇന്ത്യയുടെ 84 ആസനങ്ങളിലുള്ള. അതുകൊണ്ട് സമാധിക്ക് കുറ്റമില്ല. അത് നമ്മുടെ പൈതൃകമാണ്, ഹിന്ദുവിസമാണ്, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ബോധവാനായാൽ നാച്ചുറലിൻ്റെ സ്വാഭാവികമായ മരണത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മനസ്സിനെ നിയന്ത്രിച്ച് അവസാന ശ്വാസം വെളിയിലോട്ട് വിട്ട് നിർവ്വാണത്തിലേക്ക് പോകുന്നു. മരണാസനായ ചിന്തകളിൽ നിൽക്കുന്നയാൾ ഈ ലോകത്തിലെ സർവ്വ നിയമങ്ങളിൽ നിന്ന് വിമോചിതനായി പോകുന്ന നിമിഷത്തിൽ അത് സമാധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നിർവ്വാണത്തിൽ അവസാന ശ്വാസം പോയി കഴിഞ്ഞാൽ സർവ്വ നിയമങ്ങളും ലംഘിച്ച് അല്ലെങ്കിൽ അത് ഒന്നും തനിക്ക് ബാധകമല്ല എന്ന് കരുതി ആ അവസാന ശ്വാസം നിർവ്വാണത്തിലേക്ക് പോകുന്ന ചടങ്ങാണ് ഈ ബോബൻ സ്വാമി നടത്തിയത് എന്ന് മക്കളും ഭാര്യയും പറയുന്നു. എന്നാൽ ശ്വാസം മുട്ടിച്ച് കൊന്നെന്നോ അങ്ങനെയുള്ള ആരോപണം പറയുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനൊക്കെ ഉള്ളൂ. ഏതായാലും വീട്ടുകാരെ അറിയിക്കാതെ പോലീസ് നേരിട്ട് ഇടപെട്ട് അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ സമാധി പൊളിക്കാൻ ശ്രമിച്ചപ്പം തടഞ്ഞു. ചില ഹിന്ദു സംഘടനകളും തടഞ്ഞു. കാരണം അത് അവരുടെ പൈതൃകമായ അവർ സമ്പാദിച്ച അല്ലെങ്കിൽ സ്വാമി സമ്പാദിച്ച ഒരു ആത്മീയമായ ഒരു സമാധിക്ക് ചലഞ്ച് ചെയ്യാൻ പാടില്ല, അവിടെ കളങ്കപ്പെടുത്താൻ പാടില്ല, അവിടെ വൃത്തിഹീനമാക്കാൻ പാടില്ല. ഏതായാലും കല്ലറ തുറക്കാനായിട്ട് കളക്ടർ
അനുവദിച്ചെങ്കിലും പ്രതിഷേധവും വീട്ടുകാരുടെ എതിർപ്പും ഉണ്ടായി. അവർ അറ കെട്ടിപ്പിടിച്ച് അമ്മയും 2 മക്കളും മരുമകളും കിടക്കുന്ന കാഴ്ചയും നിലവിളിയൊക്കെ നമ്മൾ കേട്ടു. അവരെ പിടിച്ച് ബലമായിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടിരുത്തി. അതിനുശേഷം ഇന്നലെ കല്ലറ പൊളിച്ചില്ല. ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെത്തി. അവർക്ക് കൃത്യമായ നോട്ടീസ് കൊടുക്കണം കല്ലറ പൊളിക്കുന്നതിന്. അങ്ങനെ നോട്ടീസ് ലഭിച്ചിട്ടില്ല. RDO നോട്ടീസ് കൊടുത്തിട്ടില്ല. അതൊരു വീഴ്ച തന്നെയാണ്. കാരണം ഏത് കല്ലറയായി എവിടെ തുടങ്ങാനും RDO അല്ലെങ്കിൽ കളക്ടർക്ക് അനുവാദം ഉണ്ടെങ്കിലും അത് തുറക്കുന്ന ആരുടെ കസ്റ്റഡിയിലാണ് ആ കല്ലറ ഇരിക്കുന്നത്? അവരല്ലേ പള്ളിയായാലും ശരി, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ അടക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ അടക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ മൃതദേഹം അടക്കുന്നവരുണ്ട്, അവിടെ ആയാലും ശരി, അടക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അനുവാദത്തോടു കൂടി മാത്രമേ തുറക്കാൻ പാടുള്ളൂ. കാരണം അത് സ്വാഭാവിക മരണമാകാം, കൊലപാതകമാണെങ്കിലും ആയിക്കോട്ടെ. അനുവാദത്തോടുകൂടി ശാസ്ത്രീയമായ അവിടെ പഠനങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയ ശേഷം അവിടെ മൃതദേഹം പരിശോധിക്കാൻ ഇവിടെ ഗവൺമെൻറ് ശാഖയിൽ അവിടെ പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് തന്നെ ചെയ്യാനായിട്ട് ഡോക്ടർ എത്തി, ഫോറൻസിക് എക്സ്പെർട്ട് എത്തി. ആ അറയുടെ മെഷർമെൻറ്റ് ഇന്നലെ പോലീസ് എടുത്തു. അതിനുശേഷങ്ങൾ അവിടെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായപ്പം അത് ചർച്ചയ്ക്ക് വന്നു. അതിനുശേഷം അവർക്ക് നോട്ടീസ് കൊടുത്ത് അവർക്ക് നിയമപരമായി പുരോഗമിക്കട്ടെ. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പം അതൊരു സ്വാഭാവിക ഡെത്ത്, അത് ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ അത് സമാധി തന്നെയാണ്, അത് നിർവ്വാണത്തിലേക്ക് പോയ വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചില്ല എന്നുള്ള ഒരു ആരോപണം വരും. അവരെ ചോദ്യം ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി എങ്ങനെയാണ് മരണമെന്ന് അവരിൽ നിന്ന് കണ്ടെത്തണം. അതൊരു സമാധിയിലേക്കായാൽ അതൊരു ഒഫൻസ് അല്ല, അത് ഇന്ത്യയുടെ പൈതൃകത്തിലെ ഹിന്ദുവിസത്തിലുള്ള ഒരു മരണാസന ചടങ്ങ് തന്നെയാണ് ആ സമാധി. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. അത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്ത് സമാധാന അന്തരീക്ഷത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. അത് സമാധി തന്നെയാണോ അതോ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസം മുട്ടി ആരെങ്കിലും കൊന്നതാണോ എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും.